മരഞ്ചാട്ടി ഇടവകയുടെ വികാരിയച്ഛൻ സ്നേഹ ബഹുമാനപ്പെട്ട ജേക്കബ് പുത്തമ്പരി അച്ഛനാണ്. അച്ഛൻ നമുക്ക് ഈ ഇടവകയിൽ വന്ന അന്ന് മുതൽ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ അച്ഛൻ നൽകുന്നു. മാസത്തിലൊരു ദിവസം ഇടവക പള്ളിയിൽ വെച്ച് ജാഗരണ പ്രാർത്ഥന നടത്തുവാനായിട്ട് അച്ഛൻ പ്രത്യേകം നമ്മളെ ക്ഷണിച്ചു. നമുക്ക് പ്രത്യേകം നന്ദിയോടെ നമുക്ക് ഓർക്കാം. അച്ഛനെ നമുക്കും ഈ നിമിഷം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. മരഞ്ചാട്ടി ഇടവകയും അച്ഛന്റെ ഓരോ ശുശ്രൂഷകളെയും ഒക്കെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്കൊരു നിമിഷം നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ദൈവമേ മഹത്വം, ആരാധന. ഹല്ലേലൂയ, 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 സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ചാണ്ടിച്ച, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഈ ഫാത്ത കൂട്ടായ്മ ഇവിടെ വെച്ച് നടക്കുമ്പോൾ ഇന്ന് പ്രത്യേകം വരണമെന്ന് എന്നോട് ഭാഗ്യവാഹികൾ ആവശ്യപ്പെട്ടു. അതും പ്രകാരം ഞാൻ ഇപ്പോൾ വന്നിരിക്കുകയാണ്. എനിക്ക് ക്രിസ്തുമസിൻ്റെ അവസരത്തിൽ പ്രത്യേകമായിട്ട് ആഗമനകാലത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിത്തറയാണ് ദൈവം മനുഷ്യനായി അവതരിച്ച ആ മഹാസംഭവം. അതാണ് നമ്മൾ ഇന്ന് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ആഗമനകാലത്ത് നമ്മൾ ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും. വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് ഞാൻ പറയുമ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, ദൈവത്തിൽ മൂന്നാളുകൾ ഉണ്ടെന്നും, രണ്ടാമത്തത് പുത്രൻ, അതായത് ദൈവത്തിൽ രണ്ടാമത്തെ ആള് പുത്രൻ തമ്പുരാൻ മനുഷ്യനായിട്ട് അവതരിച്ചു എന്നും, പീഡനം സഹിച്ച് കുരിശം വഹിച്ചു അവസാനം ഉത്ഥാനം ചെയ്ത് മനുഷ്യവർഗത്തെ രക്ഷിച്ചു. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെയാണ് നമ്മൾ കാണുന്നത്. ദൈവം നമ്മളെ വളരെയധികം സ്നേഹിക്കുകയും ആ സ്നേഹത്തിൻ്റെ ഫലമായിട്ടാണ് മനുഷ്യനായിട്ട് അവതാരം ചെയ്തതൊക്കെ നമുക്കറിയാവുന്നതും വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ അവസരത്തിൽ നമ്മുടെ വിശ്വാസം എത്ര ആഴപ്പെട്ടതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒന്ന് രണ്ട് സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒന്ന്, ഇന്നത്തെ കാലത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രതിനിധികളായിട്ട് വിശ്വാസത്തിൽ അകന്നു ജീവിക്കുന്നതായ ഒരു വിഭാഗം ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു കുട്ടി SSLC പരീക്ഷ കഴിഞ്ഞിട്ട് റിലാക്സേഷൻ കിട്ടുന്നതിന് റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടി ബ്രാൻഡിക്കടയിൽ കയറി മദ്യപിച്ചു. ആ വിവരം കുട്ടിയുടെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ അധികാരി കുട്ടിയുടെ രക്ഷിതാവിനെ വിളിച്ചിട്ട് സംസാരിച്ച സന്ദർഭത്തിൽ ആ കുട്ടിയുടെ പിതാവ് പറയുകയാണ്, അച്ഛോ, പരീക്ഷയൊക്കെ കഴിഞ്ഞ് അവന് റിലാക്സേഷൻ ആവശ്യമല്ലേ, അതുകൊണ്ട് മദ്യപിച്ചതിൽ എന്താണ് കുഴപ്പമെന്ന് ആ രക്ഷിതാവ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ആ വ്യക്തിയുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമ്മൾ ചിന്തിക്കുക. ഇതുപോലെ വേറൊരു സംഭവം കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒരു മനുഷ്യൻ ഒരു ടൗൺ ഏരിയയിലെ പള്ളിയാണ്. ആ പള്ളിയിൽ ഇടവിൽപ്പെടുന്ന ആള് തൻ്റെ വീട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി വീട് ഹൗസ് വാമിങ് നടത്തുകയാണ്. ആ ഹൗസ് വാമിങ്ങിന് സമയത്ത് അതിനോടനുബന്ധിച്ച് വളരെയധികം മദ്യം വാങ്ങി കുപ്പികൾ പെട്ടി സഹിതം കൊണ്ടുവന്നിട്ട് ക്ഷണിക്കപ്പെട്ടവർക്കൊക്കെ കൊടുക്കുന്നു. അങ്ങനെ വലിയൊരു ആഘോഷമാണ് അവിടെ നടക്കുന്നത്. വരുന്നവർക്കൊക്കെ ഈ മദ്യവും അതോടൊപ്പം തന്നെ ദഹിക്കുന്നതിന് വേണ്ട നല്ല ബിരിയാണിയുമൊക്കെ ഇതുണ്ടായ സംഭവമാണ് ഞാൻ പറയുന്നത്, ഇല്ലാത്തതല്ല. എനിക്കറിയാം, ഇടവയെ അറിയാം, കുടുംബത്തെ അറിയാം. ഒരു ടൗണിലാണെന്ന് മാത്രം. ആ ടൗണിന്റെ പരിഷ്കാരമാണ് കാണിക്കുന്നത്. ആ വ്യക്തി ഇങ്ങനെയെല്ലാം വലിയ ബിരിയാണിയും അതുപോലെ
ഫ്രൈഡ് റൈസൊക്കെ കൊടുത്ത് ജനങ്ങളെ സംതൃപ്തരാക്കി. അങ്ങനെ സമയങ്ങൾ നീണ്ട് കഴിഞ്ഞപ്പോൾ ആ ഇടവേൽപ്പെടുന്ന ആൾ ചോദിക്കുകയാണ്, വീട് വെഞ്ചരിപ്പില്ലേ, അച്ഛൻ എവിടെയാണ്, അച്ഛനും കപ്പേരൊന്നും വിളിച്ചിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി, അതിലെന്ത് കാര്യമാണുള്ളത് എന്നും പ്രിയപ്പെട്ടവർ ചിന്തിക്കുക. ആ ഒരൊറ്റ ചോദ്യത്തിൽ കൊണ്ടെല്ലാം അയാളുടെ വിശ്വാസം എത്രമാത്രം ആഴപ്പെട്ടതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് ഇന്ന് കാണുന്ന സമൂഹത്തിൽ നമുക്ക് വിശ്വാസം എന്ന് പറയും, പക്ഷെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതം നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുകയും വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയിട്ടുള്ളവരെ ഉറപ്പിക്കുവാനും ശരിയായ വിധത്തിൽ ആ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർന്നു വരുവാനായിട്ട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഇതാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതേസമയം ക്രിസ്തുമസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്നേഹത്തിന്റെ സന്ദേശമാണ് നൽകുന്നത്. ആ വിശ്വാസം ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ പരസ്നേഹത്തിൽ ജീവിക്കേണ്ടവരാണ് എന്നും കൂടി നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്നേഹം എന്ന് പറയുന്നത് നമുക്കറിയാം 2 തരത്തിൽ. ഒന്ന് ദൈവസ്നേഹം നിലകൊള്ളുന്നത് ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും എല്ലാം പാലിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയിലാണ് ദൈവസ്നേഹം അടിത്തറയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിലകൊള്ളുന്നത്. പരസ്നേഹം ഉൾക്കൊള്ളുന്ന നമുക്കറിയാം അവന്റെ സൽപ്രവൃത്തികൾക്ക് അനുസൃതമായി ജീവിക്കുമ്പോഴാണ്, സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുമ്പോഴാണ് ആ പരസ്നേഹം നിലകൊള്ളുന്നത്. അതിന്റെ ഒരു കഥ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഞെട്ടിൽ 2 പുഷ്പങ്ങൾ പോലെ 2 സഹോദരങ്ങൾ ജീവിക്കുന്നു. ആ ജീവിതത്തില് അവർക്ക് ഒരേ കൃഷിസ്ഥലം, ഒരേ വിളവെടുപ്പ്, ഇങ്ങനെ അവർ യോജിച്ച് വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അങ്ങനെ ആ മൂത്ത ജ്യേഷ്ഠൻ വിവാഹിതനും അനുജൻ അവിവാഹിതനുമാണ്. ഇവർ കിട്ടുന്ന വയലിൽ പണിയെടുക്കുന്ന ധാന്യങ്ങളെല്ലാം ഒരുമിച്ച് പങ്കുവെക്കുകയാണ്. ജ്യേഷ്ഠൻ തുല്യമായിട്ട് പങ്കുവെക്കുന്നു. ജ്യേഷ്ഠൻ അവന്റെ ജീവിതത്തിൽ ആ വിഹിതം അവന്റെ ധാന്യപ്പുരയിൽ സൂക്ഷിക്കുന്നു, അനുജൻ അവന്റെ വീതം അനുജന്റെ ധാന്യപ്പുരയിൽ സൂക്ഷിക്കുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അനുജൻ ചിന്തിക്കുകയാണ്, ഈ വീതം ധാന്യങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വീതം വെക്കുന്നത് ശരിയല്ലല്ലോ. എന്റെ ജ്യേഷ്ഠനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരെയൊക്കെ തീറ്റിപ്പോറ്റേണ്ടത് ചേട്ടന്റെ കടമയാണല്ലോ. അതുകൊണ്ട് എന്റെയും വിഹിതം അങ്ങനെ എനിക്ക് വേണ്ടി വാങ്ങുന്നത് ശരിയല്ല, ചേട്ടനൊരു വിഹിതം കൊടുക്കണം എന്നുള്ളതായ ഉദ്ദേശത്തോടുകൂടി ആ അനുജൻ ആ പങ്കുവെച്ചതിൽ ഒരു വിഹിതം ജ്യേഷ്ഠന്റെ ധാന്യപ്പുരയിൽ ആരും അറിയാതെ രഹസ്യമായിട്ടൊരു പങ്ക് കൊണ്ടുപോയി വെച്ചു. ഇതേ സമയം ജ്യേഷ്ഠ സഹോദരൻ ചിന്തിക്കുകയാണ്, എന്റെ അനുജൻ അവൻ ഏകനാണ്, അവന് കുടുംബവും ഒന്നുമില്ല, വാർദ്ധക്യത്തിൽ ചെല്ലുമ്പോൾ അവനെ ആരും നോക്കുവാനും പരിചരിക്കുവാനും ആളില്ലല്ലോ എന്നുള്ള ചിന്തയോടുകൂടി ജ്യേഷ്ഠ സഹോദരൻ പ്രിയപ്പെട്ട അനുജനെ പറ്റി ചിന്തിച്ചു. അതിന്റെ ഫലമായിട്ട് അദ്ദേഹം ചെയ്തത് തന്റെ വീതം ധാന്യത്തിൽ ഒരു ഭാഗം അനുജന്റെ ധാന്യപ്പുരയിൽ കൊണ്ടുപോയി വെച്ചു, ആരും അറിയാതെ രാത്രിയിൽ കൊണ്ടുപോയി വെച്ചു. ഇങ്ങനെ 2 കൂട്ടരും പങ്കുവെക്കുന്നുണ്ട്. എങ്കിലും നേരം വെളുക്കുമ്പോൾ ധാന്യപ്പുരയിൽ ധാന്യ സമ്പത്തെല്ലാം ഒരുപോലെ ഇരിക്കുന്നത് കണ്ടിട്ട് 2 കൂട്ടർക്ക് അത്ഭുതമാണ് തോന്നുന്നത്. ഇതെന്താണ് ഇങ്ങനെയെന്നുള്ള കാര്യം. അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ ഇവർ ഈ പറഞ്ഞ വിധത്തിൽ കൂടി ധാന്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ കണ്ടുമുട്ടുകയാണ് പരസ്പരം. ആ കണ്ടുമുട്ടുന്ന രംഗം യഥാർത്ഥത്തിൽ അവർക്ക് സത്യം മനസ്സിലായി. ആ മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ആ സമയത്ത് ദൈവം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങളോട് മറ്റുള്ളവർ എപ്രകാരം പെരുമാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അപ്രകാരം തന്നെ നിങ്ങൾ അവരോടും ചെയ്യുക എന്ന ആ ദൈവത്തിന്റെ സ്വരം അവർ കേട്ടു. യഥാർത്ഥത്തിൽ പരസ്നേഹം അല്ലെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിച്ചത് രീതിയാതെ 2 സഹോദരങ്ങൾ. പ്രിയപ്പെട്ടവര്, ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട കാര്യം. സ്നേഹത്തിന്റെ ഒരു ജീവിതം നയിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ആ ബുദ്ധിമുട്ടുകളും വേദനകളും പങ്കാളികളാകണം. അതുപോലെ തന്നെ പങ്കുവെക്കുവാനുള്ളതായ ഒരു മനസ്ഥിതി വേണം. അതുപോലെ ഭാരം വഹിക്കുവാനുള്ള മനസ്ഥിതി നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തുമസിന്റെ സന്ദേശം ഇത് തന്നെയായിരിക്കട്ടെ. ദൈവം നമ്മളെ സ്നേഹിച്ചു, അതിന്റെ ഫലമായിട്ടാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചതും ത്യാഗങ്ങൾ അനുഭവിച്ച് കുരിശുവർണ്ണത്തിന് വിധേയനായി നമുക്ക് ഉത്ഥാനം തന്നു, നമുക്ക് നിത്യരക്ഷ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഈ സത്യത്തെ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതം ഏറ്റവും പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആ ക്രിസ്തുവിന്റെ ജന്മദിനത്തിന്റെ ആ ക്രിസ്തുമസിന്റെ എല്ലാവിധ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് പ്രത്യേകമായി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ധാരാളമായി ദൈവാനുഗ്രഹം നേരുന്നു. നന്ദി പറയുന്നു.